ഞാനാണെങ്കിൽ പല പല ഓട്ടങ്ങളില്. അതുകൊണ്ട് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കൊരാഗ്രഹം. എന്താണോ? പ്രേമിച്ചി ഒന്ന് കാണണം. എന്തിന്? എനിക്ക് കണ്ടൂടെ? കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം? പല കുഴപ്പങ്ങളുണ്ട്. തൽക്കാലം കാണണ്ട. ശരി, കാണണ്ട. ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. എന്നോടെങ്കിലും ഒന്ന് സത്യം പറ, അവരിപ്പോ ജീവനോടെ ഉണ്ടോ? എന്താ, എന്നെ വിശ്വാസമില്ലേ? നിങ്ങളെപ്പോലാണെന്ന് ഞാനൊന്ന് കരുതിയോ? എന്റെ അവകാശമല്ലേ ശരത്തെ അവരെ കാണണമെന്നുള്ളത്? അതൊക്കെ അവരെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുമ്പോ ആലോചിക്കണമായിരുന്നു. ഞാനില്ലായിരുന്നെങ്കിലേ ചന്ദ്ര ജയിലില്ല, അത് മറക്കണ്ട. പ്രേമിച്ച് കൊണ്ടുപോകുമ്പോ ബോധം ഇല്ലായിരുന്നു, ഇപ്പൊ ബോധം വന്നോ? സംസാരിക്കുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടണമെന്ന് എപ്പോഴും പറയും. എന്റെ സ്ഥലമല്ലേ, എങ്ങനെ രക്ഷപ്പെടാനാ? ഞാൻ അതിന് സമ്മതിക്കൂ? ഒരു തവണ, ഒരേ ഒരു തവണ, പിന്നെ ഞാൻ ചോദിക്കില്ല. എന്നെ വിശ്വാസമില്ലാത്തോണ്ടാ പിന്നെയും പിന്നെ അത് തന്നെ ചോദിക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഞാനേ സ്ഥലം കാണിച്ചാൽ നിങ്ങൾ തമ്മിൽ കാണാം, സംസാരിക്കാം. പക്ഷേ അതിനുശേഷം അവരെയും കൊണ്ട് ചന്ദ്ര പൊക്കോണം. പിന്നെ ഞാൻ അവരെ തിരിഞ്ഞു പോലും നോക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ എങ്ങനെ പറയണം? വളരെ രഹസ്യമായ ഒരിടത്താ ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പോലും അങ്ങോട്ട് പോകുന്ന രാത്രിയില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വക്കീലിനെ കൊണ്ടുപോയ ആളുകൾ ശ്രദ്ധിക്കില്ലേ? അവിടുന്ന് കാണും പോലീസ് പ്രേമയെ കണ്ടുപിടിച്ചുള്ള അവസ്ഥ അറിയാമല്ലോ. റിസ്ക് ഏറ്റെടുക്കാൻ തരാമെങ്കിൽ വന്നു, നമുക്കിപ്പൊ തന്നെ പോവാം. അത് വേണ്ട. എങ്കിൽ എന്നെ വിശ്വസിക്കേ, ഞാനാരും ചതിക്കില്ല. വാക്ക് തന്ന വാക്കാ. വന്നൊന്ന് മറ്റ് തടവുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. കഷ്ടമുണ്ടടാ, നിന്നെപ്പോലൊരു പ്രഗത്ഭനായ വക്കീല് ഈ അവസ്ഥയിൽ. അല്ല, ഞാനെന്നകത്ത് പോയപ്പോൾ നീ ഒരുപാട് സന്തോഷമല്ലോ. പക്ഷെ ഞാൻ നിന്റെ അവസ്ഥയാണ് സന്തോഷിക്കുന്നു. ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിലേ അത് ഇതാടാ, ഈ ജയില്. ഇവിടെ ആരും വരരുതെന്നാ എനിക്ക്. നീ പരിഹസിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് കാണിച്ച സഹതാപത്തിന് നന്ദി. വേറൊന്നും പറയാനില്ലെങ്കിൽ നിനക്ക് പോവാം. അങ്ങനെ അങ്ങ് പോകാനല്ലല്ലോ ഞാൻ വന്നത്. എന്നെ പുറത്തിറക്കാൻ ചന്ദ്രയെ കൊണ്ട് ഡിവോഴ്സ് പേപ്പർ ഒപ്പിടിച്ച് നാറിയല്ലടാ നീ. അന്നേ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. പക്ഷേ ദൈവം ഇത്രയും പെട്ടെന്ന് നിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമുക്കിടയിലെ പല കണക്കുകളും തീർക്കാനുണ്ടല്ലോ. എന്നെ ഇതിനകത്ത് എത്തിച്ച കണക്കടക്കം തീർക്കണമെങ്കിൽ തീർക്കടാ. എനിക്ക് പേടിയൊന്നുമില്ല. ഒരു സത്യം നീ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഞാനിവിടെ എത്തിയത് ഒരു തെറ്റും ചെയ്യാതെയാ. പക്ഷെ നീ എത്തിയത് അങ്ങനെയല്ല, തെറ്റ് ചെയ്തിട്ടാ. ആ വ്യത്യാസമുണ്ട് നമുക്കിടയിൽ. അതുകൊണ്ട് ധാർമ്മികതയുടെ ബലം എനിക്ക് കൂടും. എന്നാ പിന്നെ നമുക്ക് നോക്കടാ. പിന്നെന്താ നോക്കടാ. വക്കീൽ പണി മാത്രമല്ലടാ. അതുകൊണ്ട് അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, നടക്കില്ല. എന്ത് വൃത്തിയാണ് കാണിക്കുന്നത്? ഇവിടെ കിടന്ന് വിളച്ചിലെടുത്താ രണ്ടോണം പുറത്തു പോവില്ല. പോടാ, എടാ പോടാ.